ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന പൂർവമായിരിക്കുമ്പോൾ ഒരുക്കത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഈ ലോക ജീവിത കാലഘട്ടത്തിൽ ക്രിസ്തു തൻ്റെ പഠനങ്ങളിലൂടെ നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് വിശുദ്ധ സുവിശേഷത്തിൽ. അത് ജാഗരൂകരായിരിക്കുക, ഒരുക്കമുള്ളവരായിരിക്കുക എന്ന പദങ്ങളാണ്. നമ്മളെല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു ഇന്നേ ദിനം പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെടുന്നു. യജമാനൻ വിവാഹ വിരുന്ന് കഴിഞ്ഞ് എപ്പോഴാണ് തിരികെ വരുന്നതെന്ന് ദാസരായ നമുക്ക് അറിയാൻ പാടില്ലായകയാൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. ഏത് മണിക്കൂറിലും യജമാനൻ തിരികെ വരാം. ഏത് മണിക്കൂറിൽ വന്നാലും ദാസരായ നമ്മൾ ഉടനെ വാതിൽ തുറന്നു കൊടുക്കുന്നവരായി കാണപ്പെടുവാനും അങ്ങനെ യജമാനന്റെ പ്രീതിക്ക് പാത്രീഭൂതരാകുവാനും നമ്മളെ അർഹരാക്കുവാൻ ക്ഷണിക്കുകയാണ് സുവിശേഷം. ഒരുക്കമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ദൈവഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാകുക എന്നതാണ്. നാം എല്ലായ്പ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സന്തോഷവും മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതയാത്ര തുടർന്നാൽ ആ യാത്ര സുഗമമാകില്ല എന്നും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും നാം തീർച്ചയായും അവിശ്വസ്തരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്താൽ നിത്യരക്ഷയുടെ കവാടം നമുക്ക് നഷ്ടമാകും. നാം എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ മനസ്സെന്തെന്നോ സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പാണ്. ക്രിസ്തു മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും നമ്മെ അറിയിച്ചിരിക്കുന്നു. നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ട ജനതയാണ്. നിത്യരക്ഷയ്ക്ക് വേണ്ട എല്ലാ മാർഗവും സ്വർഗം നമ്മെ പഠിപ്പിക്കുകയും നേരത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. നാം ഒന്ന് മാത്രം ചെയ്യേണ്ടതുള്ളൂ, നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷമനുസൃതമായി ജീവിക്കുക എന്നത് മാത്രം. നാം അപ്രകാരം എല്ലാ കാര്യങ്ങളിലും ഒരുക്കമുള്ളവരായി ജാഗരൂകരായി തുടരുന്നുവെങ്കിൽ നമ്മൾ അന്ത്യദിനങ്ങളെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. അത് ഒരു കെണി പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയുമില്ല. നാം ഒരുക്കമുള്ളവരെങ്കിൽ തീർച്ചയായും നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനമുണ്ട്. നിത്യജീവന്റെ സൗഭാഗ്യവും കൃപയും സ്വർഗം നമുക്കായി കരുതിയിരിക്കുന്ന നന്മകളും നാം അനുഭവിക്കുക തന്നെ ചെയ്യും. നാം ഒരുക്കമുള്ളവരായി ജാഗരൂകരായി പ്രത്യാശയോടെ ജീവിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ക്രിസ്തു നൽകുന്നത് നിത്യജീവന്റെ പൂർണ്ണതയാണ്. ഈ ഭൂമിക്ക് നൽകാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന നിത്യജീവനെ കുറിച്ചുള്ള വലിയ കൃപ ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്യുന്നു. ആ കൃപ സ്വീകരിക്കുവാൻ യോഗ്യത നേടത്തക്ക വിധം ഈ ഭൂമിയിൽ കൂടുതൽ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ജീവിക്കുവാൻ ആത്മീയ ബലം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.